അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിന് ഇന്ന് സൗദി അറേബ്യ അംഗീകാരം നൽകി. 1184 ബില്യൺ റിയാലാണ് ബജറ്റിൽ വരവ് പ്രതീക്ഷിക്കുന്നത്. 1285 ബില്യൺ റിയാൽ ചെലവും പ്രതീക്ഷിക്കുന്നുണ്ട്. 101 ബില്യൺ റിയാൽ കമ്മിയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള സൗദി ബജറ്റിന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയത്. വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളതാണ് ബജറ്റ്. 2025 രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 4.6% വർദ്ധിക്കുമെന്ന് ധനമന്ത്രാലയത്തിന്റെ ബജറ്റ് രേഖ പ്രവചിക്കുന്നു. ഇത് 2024 കണക്കാക്കിയ 0.8% നിന്ന് ഗണ്യമായ വർധനവാണ് കാണിക്കുന്നത്. വരവ് 1184 ബില്യൺ റിയാൽ, ചെലവ് 1285 ബില്യൺ റിയാൽ എന്നിങ്ങനെയുള്ള ബജറ്റിൽ 101 ബില്യൺ റിയാൽ കമ്മിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബജറ്റിന് അംഗീകാരം നൽകിയത്. സാമ്പത്തിക അടിത്തറ വൈവിധ്യവൽക്കരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക നിലയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും തുടർന്നും പ്രവർത്തിക്കുമെന്നും കിരീടാവകാശി പറഞ്ഞു. സാമ്പത്തിക സ്ഥിതിയെ പിന്തുണയ്ക്കുന്നതിലും സമഗ്ര വികസനം കൈവരിക്കുന്നതിലും പൊതുനിക്ഷേപ ഫണ്ട്, ദേശീയ വികസന ഫണ്ട്, മറ്റ് വികസന ഫണ്ടുകൾ എന്നിവയുടെ സുപ്രധാന പങ്കിനെ കിരീടാവകാശി എടുത്തു പറഞ്ഞു. ജാഫർ അലി പാലക്കോട്ട്, മാതൃഭൂമി ന്യൂസ്, സൗദി അറേബ്യ.